മനസ്സിലായോ എന്ന പാട്ടിന് ചുവടുകൾ വെച്ച് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ പ്രാർത്ഥന പ്രകാശ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും എത്തിയിട്ടുണ്ട്. കുച്ചിപ്പുടി കെ ഗ്രേഡാണ് പ്രാർത്ഥന സ്വന്തമാക്കിയത്. ഇനി ആ വൈറൽ താരത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. കലോത്സവ നഗരിയിൽ നിന്ന് സിയ സൂസൻ സാം തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മളിങ്ങനെ സ്റ്റേജ് 1 പോകുന്നതിൻ്റെ വെപ്രാളത്ത് ഇങ്ങനെ മാനവയും പാസ് ചെയ്യാൻ തരും. നല്ല പരിചയമുള്ളൊരു പെൺകുട്ടി അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്ന കേട്ടു. നമ്മൾ സൂക്ഷിച്ച് നോക്കിയപ്പം നമ്മുടെ ക്യാമറ ചേട്ടൻ പറഞ്ഞു, ഇത് മറ്റേ കുച്ചിപ്പുടി ഡ്രസ്സ് ഇട്ട് മറ്റേ സിനിമാറ്റിക് ഡാൻസ് കളിച്ച് ചേട്ടൻ വന്നല്ലേ പേട്ടത്തുള്ളൻ വന്നല്ലേ മനസ്സിലായോ ആ കുട്ടിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മളൊക്കെ എന്നാ പോയി വിശേഷം തിരക്കാന്ന് വിചാരിച്ചു. വാ. ഹലോ, ഹായ്. ഹായ്, പേരെന്തായിരുന്നു? പ്രാർത്ഥന. പ്രാർത്ഥന ഇവിടെ എന്താണ്? ഇവിടെ കലോത്സവത്തിന് പങ്കെടുക്കാൻ വന്നതാണ്. ഏതായിരുന്നു ഐറ്റം? കുച്ചിപ്പുടി. എത്ര വർഷമായിട്ട് കുച്ചിപ്പുടി പഠിക്കുക? കുച്ചിപ്പുടി ഞാൻ 2 വർഷമായിട്ടുള്ളൂ. ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. 1 വർഷമായി. മറ്റേ ആ വൈറലായ വീഡിയോയിലെ പെൺകുട്ടി? അതെ, ഞാനാണ്. ആ പെൺകുട്ടിയാണ് ഈ നിൽക്കുന്നത്. എന്തായിരുന്നു ആ സന്ദർഭം? അത് സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിൽ ഞാൻ ഏജ് ജോൺ GGHSS തലവലപ്പറമ്പിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിൽ കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഇങ്ങനെ തുള്ളാൻ വേണ്ടി പാട്ടൊക്കെ ഇട്ടുതരും. അപ്പോൾ അങ്ങനെ തുള്ളാൻ വേണ്ടി പാട്ടും ഫ്രണ്ട്സുമായിട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ അമ്മ കയറി പിടിച്ച വീഡിയോ അത്. ഓ, അമ്മ പിടിച്ച വീഡിയോ ആണ് അത് പിന്നീട് വൈറലായത്. ഇപ്പൊ എത്ര മില്യൺ ആയത്? 44 എങ്ങാണ്ടാണ്. 44 മില്യൺ വ്യൂസ് ആയിട്ടിരിക്കുകയാണ് ആ വീഡിയോക്ക് അല്ലേ? പ്രാർത്ഥനയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ അല്ലേ? അതെ, അത് തന്നെ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ഒരു ഡ്രസ്സിൽ ആ ഗെറ്റപ്പിൽ നിൽക്കുമ്പോഴേ, ആ കുച്ചിപ്പുടി ഡ്രസ്സിലൊക്കെ നിൽക്കുമ്പോഴേ അങ്ങനെ നമ്മൾ അനങ്ങാതെ എവിടെയെങ്കിലുമൊക്കെ മാറി മറ്റേ ഡിവൈൻ ഫീൽ അല്ലേ? അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ലായിരുന്നോ? അല്ല, നമുക്ക് ആ ഡ്രസ്സ് ഇടുമ്പോൾ ടെൻഷനൊക്കെ കാരണം നമുക്ക് എന്ന് വെച്ചാൽ കലോത്സവം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫ്രീ ആവും. പക്ഷേ ടെൻഷൻ ഇല്ലാത്തവരാണെങ്കിലും നമുക്ക് ആ ഡ്രസ്സ് ഇടുമ്പോൾ അങ്ങനെ അനങ്ങാതിരിക്കണം എന്ന് അങ്ങനെ ഇല്ല. ഒരു ഡിവൈൻ ഫീൽ ഒന്നും വേണ്ട ആവശ്യമില്ല. അനങ്ങാതെ വെച്ചാൽ ബഹുമാനം വേണം. പക്ഷെ നമുക്ക് അങ്ങനെ അനങ്ങാതെ ഇങ്ങനെ തന്നെ ഇരിക്കണം അങ്ങനെ ഇല്ല. നമുക്ക് ഭയങ്കര കംഫോർട്ടാണ് ആ ഡ്രസ്സ്. ഡാൻസ് കളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇല്ലായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഡാൻസ് കളിച്ചത് അല്ലേ? അതെ, ഇല്ല, പ്രശ്നം ഇല്ലായിരിക്കണം. ക്ലാസിക്കലാണോ ഇഷ്ടം അതോ സിനിമാറ്റിക് ആണോ? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. എന്നാലും എനിക്ക് ഇച്ചിരി കൂടി സിനിമാറ്റിക് ആണ് ഇഷ്ടം. എന്നാലും ക്ലാസിക്കലും സിനിമാറ്റിക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഭരതനാട്യം പഠിപ്പിക്കുന്നത് ആർലി പ്രദീപ് കുമാർ സാറും കലാക്ഷേത്ര ചിത്ര ടീച്ചറും. പിന്നെ കേരളമാണ് ഞാൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയായിരുന്നു. സ്റ്റേറ്റിലുണ്ടായിരുന്നു, ജില്ലയിൽ ഫസ്റ്റ് കിട്ടി സ്റ്റേറ്റിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. കേരളത്തിൽ ഞാൻ പഠിപ്പിക്കുന്നത് ആർലി ശക്തികുമാർ സാറുമാണ്. ഇപ്പോൾ ഈ കുച്ചിപ്പുടി പഠിപ്പിച്ചത് പ്രദീപ് സാർ തന്നെയാണ്. പിന്നെ ചേച്ചിയും ആണ് പഠിപ്പിച്ചത്. ചേച്ചി പഠിപ്പിച്ചു. പിന്നെ പ്രദീപ് സാറ് കറപ്ഷനൊക്കെ തിരുത്തി തന്നു. ചേച്ചിയും ഒരു കലാതിലകമായിരുന്നു. ചേച്ചി കഴിഞ്ഞ വർഷം എത്രയായിരുന്നു? +2. ചേച്ചി +2 കുച്ചിപ്പുടിക്കും കേരളത്തിനും ജില്ലയിൽ ഫസ്റ്റ് കിട്ടി സ്റ്റേറ്റിൽ പോയായിരുന്നു. ചേച്ചിയാണ് അത് കറക്റ്റ് ചെയ്ത് തന്നേന്നൊക്കെ പറഞ്ഞു. അതെ, ചേച്ചി പഠിപ്പിച്ചു. പ്രദീപ് സാറ് തെറ്റൊക്കെ തിരുത്തി തന്നു, പ്രൊഫഷനാക്കി. അപ്പോൾ സാറാണ് കുച്ചിപ്പുടി എന്നെ അടവൊക്കെ പഠിപ്പിക്കുന്ന സാറാണ്. അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ 44 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയപ്പം ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ? മേക്കപ്പിലും കൂടി നടന്ന അറിയും. മേക്കപ്പിലൂടെ അറിയാം അല്ലേ? ഇപ്പോൾ ഇവിടെ കോട്ടയത്തൊക്കെ എങ്ങനെ ആൾക്കാർ വെളിയിൽ ഇറങ്ങുമ്പോൾ തിരിച്ചറിയും? അറിയുന്നുണ്ട്. വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. ഫോട്ടോ എടുക്കാം. ഓക്കെ. ഇനിയിപ്പം ഇവിടുന്ന് എപ്പോൾ തിരികെ ഇനി ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ സാറിൻ്റെ ഒരു കൊച്ചും കൂടി നാളെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആൻസേഴ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും ഓരോരോ ദിവസം വെച്ചിട്ടാണ് കലോത്സവം വന്നേക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ എൻ്റേത് ഇന്നില്ലായിരുന്നു. നാളെ ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ഇന്ന് വൈകുന്നേരം പോകുമെന്ന് അറിയത്തില്ല. എങ്ങനെ തിരുവനന്തപുരത്തൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലം. കുറേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എന്നാലും കോട്ടയത്തിനെക്കാൾ ഇഷ്ടപ്പെട്ടോ? എല്ലാ ജില്ലയും ഒരുപോലെ. നമുക്കങ്ങനെ ഫേവറേറ്റ്സ് ഒന്നും ഇല്ല. ഇല്ല, ഇഷ്ടമാണ്.